നമസ്കാരം കൂട്ടുകാരെ. കേരളത്തിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും വേണ്ടി സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വലിയൊരു വിജയമായി മുന്നോട്ടു പോവുകയാണ്. KSRTC ഓർഡിനറി ബസ്സുകളിൽ യാതൊരു ടിക്കറ്റ് ചാർജും ഇല്ലാതെ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇതിനകം യാത്ര ചെയ്തത്. എന്നാൽ സൗജന്യ യാത്ര മാത്രമല്ല, വനിതകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് സർക്കാർ ഇപ്പോൾ പുതിയൊരു പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് പ്രിയദർശിനി പലിശരഹിത വായ്പാ പദ്ധതി. കടബാധ്യതകളെക്കുറിച്ച്, ഉയർന്ന പലിശയെക്കുറിച്ചോ ഓർത്ത് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ മടിക്കുന്ന മലയാളി സ്ത്രീകൾക്ക് വലിയൊരു ആശ്വാസമായാണ് ഈ പദ്ധതി എത്തിയിരിക്കുന്നത്. ഇതൊരു പലിശരഹിത സൂക്ഷ്മ ചെറുകിട സംരംഭ വായ്പയാണ്. അതായത് നമ്മൾ എടുക്കുന്ന തുകയ്ക്ക് 1 രൂപ പോലും പലിശ നൽകേണ്ടി വരില്ല. സ്വന്തമായി ഒരു ചെറിയ ബിസിനസ് ആരംഭിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള ചെറിയ സംരംഭങ്ങൾ കൂടുതൽ വികസിപ്പിക്കാനോ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ്. ഈ പദ്ധതിയുടെ ആനുകൂല്യം ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇത് പൂർണ്ണമായും സ്ത്രീകൾക്കായി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. വനിതാ സംരംഭകർക്കും വിവിധ സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾക്കും ഈ വായ്പയ്ക്കായി അപേക്ഷിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കുടുംബശ്രീ CDSകൾക്കും രജിസ്റ്റർ ചെയ്ത NGOകൾക്കും കീഴിലുള്ള അർഹരായ വനിതാ അംഗങ്ങൾക്കും ഇതിൽ മുൻഗണന ലഭിക്കുന്നതാണ്. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിനാൽ തന്നെ പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട വനിതകൾക്ക് ഇതിന്റെ ഗുണം നേരിട്ട് ലഭിക്കും. ഉൽപാദനം, സേവനം, കച്ചവടം തുടങ്ങിയ വിവിധ മേഖലകളിൽ വരുമാനദായകമായ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നവർക്കും അല്ലെങ്കിൽ പുതിയതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമാണ് ഈ വായ്പ അനുവദിക്കുന്നത്. ഏകദേശം 100 കോടി രൂപയിലധികം തുകയാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ വിതരണം ചെയ്യുന്നത്. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ വനിതകൾക്ക് സ്വന്തമായി വരുമാനമാർഗം കണ്ടെത്താനും അതുവഴി കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ശക്തമാക്കാനും ഈ പലിശരഹിത വായ്പ വലിയ രീതിയിൽ സഹായകരമാകും. ഈ വായ്പ പലിശരഹിതമാണെങ്കിലും നമ്മൾ എടുക്കുന്ന മുതലിന്റെ തുക കൃത്യസമയത്ത് തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. കൃത്യമായ തിരിച്ചടവ് നടത്തിയാൽ മാത്രമേ ഭാവിയിലും ഇതുപോലെയുള്ള വലിയ സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് ലഭ്യമാകൂ. അപേക്ഷ സമർപ്പിക്കേണ്ട തീയതികൾ, ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ഓഫീസുകൾ വഴിയോ കുടുംബശ്രീ വഴിയോ കൃത്യമായി ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അപേക്ഷിക്കുക. തിരിച്ചറിയൽ രേഖകൾ, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം മുൻകൂട്ടി തയ്യാറാക്കി വെക്കുക. അതുപോലെ വ്യാജ സന്ദേശങ്ങളിലും തട്ടിപ്പുകളിലും വീണു പോകാതിരിക്കാൻ എപ്പോഴും ഔദ്യോഗിക കേന്ദ്രങ്ങളെ മാത്രം ആശ്രയിക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. KSRTC ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യമുള്ളപ്പോൾ ആ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങളും സമയക്രമങ്ങളും ഉണ്ട്. പലപ്പോഴും തിരക്കുള്ള സമയങ്ങളിൽ ബസ്സിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന തർക്കങ്ങൾ ഒഴിവാക്കാൻ പ്രിയദർശിനി സൗജന്യ യാത്രാ കാർഡോ അല്ലെങ്കിൽ അതിനായി സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള തിരിച്ചറിയൽ രേഖയോ കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. ഗ്രാമീണ മേഖലകളിൽ നിന്ന് ജോലിക്കും പഠനത്തിനും പോകുന്ന നിരവധി സാധാരണക്കാരായ സ്ത്രീകൾക്കാണ് ഈ പദ്ധതി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ളത്. ബസ് ചാർജ് കൊടുക്കേണ്ടി വരാത്തതിനാൽ മാസം തോറും വലിയൊരു തുക കുടുംബങ്ങൾക്ക് ഇതിലൂടെ ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 പദ്ധതികളും, അതായത് സൗജന്യ യാത്രാ പദ്ധതിയും ഒപ്പം ഈ പുതിയ പലിശരഹിത വായ്പാ പദ്ധതിയും കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ഇത്തരം പദ്ധതികളെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കുകയും അർഹരായ മറ്റുള്ളവരിലേക്ക് ഈ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കൂ. അപേക്ഷ നൽകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെയും കുടുംബശ്രീ യൂണിറ്റുകളെയും സമീപിക്കാവുന്നതാണ്. ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും ആദ്യം ചെറിയ തോതിൽ തുടങ്ങി പിന്നീട് അത് വളർത്തിക്കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക.
സർക്കാരിൻ്റെ ഈ ആനുകൂല്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാ വനിതകളും മുന്നോട്ട് വരണം. കണ്ടല്ലോ സുഹൃത്തുക്കളെ, KSRTCയിലെ സൗജന്യ യാത്രയ്ക്കൊപ്പം സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വലിയൊരു അവസരമാണ് ഈ പ്രിയദർശിനി വായ്പാ പദ്ധതിയിലൂടെ സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. ഈ വിവരങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള വളരെ യൂസ്ഫുള്ളായ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.